ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും LDC അപ്ലൈ ചെയ്ത് കാണുമല്ലോ. എക്സാം ടിവിയുടെ ഈ വീഡിയോയിൽ കേരള PSC നടത്തുന്ന ഏറ്റവും വലിയ എക്സാമുകളൊന്നായ ലോവർ ഡിവിഷൻ ക്ലർക്ക് LDC എക്സാമിനെ കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളാണ് പറയുന്നത്. LDC എക്സാമിന്റെ പാറ്റേൺ, അതിന്റെ സിലബസ്, ഈ എക്സാമിന് എങ്ങനെ ഒരുങ്ങാം എന്നുള്ള വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് LDC ക്ലർക്കായ നിയമനം ലഭിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നേട്ടങ്ങൾ, എത്രയാണ് തുടക്കത്തിലുള്ള സാലറി, എങ്ങനെയാണ് പ്രൊമോഷൻ സാധ്യതകൾ എന്നിവയെല്ലാമാണ്. 100-ലേറെ വരുന്ന സംസ്ഥാന സർക്കാർ വകുപ്പിന്റെ പ്രവർത്തനത്തിന് മുഖ്യമായ ഒരു പങ്ക് വഹിക്കുന്നവരാണ് ക്ലർക്കുമാർ. പബ്ലിക്കിന്റെ 100 കണക്കിന് ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ നിയുക്തരായിട്ടുള്ള ഓഫീസേഴ്സിൽ ഭൂരിഭാഗം പേരും ക്ലർക്കുമാരാണ്. ഒഫീഷ്യൽ ലെവലിൽ ഇവർ കൈക്കൊള്ളുന്ന ചില തീരുമാനങ്ങളും മാനദണ്ഡങ്ങളുമാണ് സർക്കാർ സംവിധാനങ്ങളെ നടത്തിക്കൊണ്ടുപോകുന്നത്. LDC പോസ്റ്റിന്റെ എടുത്തു പറയേണ്ട ഹൈലൈറ്റ്സ് ഇതിന്റെ പ്രൊമോഷൻ സാധ്യതകളാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്ലർക്കിനാണെങ്കിൽ വില്ലേജ് ഓഫീസറായും തഹസിൽദാറായും ഉയരാൻ സാധിക്കും. പഞ്ചായത്ത് വകുപ്പിലെ ക്ലർക്കുമാർക്ക് അസിസ്റ്റന്റ് പഞ്ചായത്ത് സെക്രട്ടറി, അസിസ്റ്റന്റ് പഞ്ചായത്ത് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ എന്നീ പദവികളിലേക്ക് ഉയരാൻ സാധിക്കും. രജിസ്ട്രേഷൻ വകുപ്പിലെ ക്ലർക്കുമാർക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ പോസ്റ്റുകളിലേക്ക് അധികം താമസമില്ലാതെ ഉയരാൻ സാധിക്കും. ഗ്രാമവികസന വകുപ്പിലെ LD ക്ലർക്കിന് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ, അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ എന്നീ പോസ്റ്റുകളിലേക്ക് ഉയരാൻ സാധിക്കും. ലോട്ടറി വകുപ്പിലെ ക്ലർക്കിന് ജില്ലാ ലോട്ടറി ഓഫീസർ വരെയായി ഉയരാൻ സാധിക്കും. ലേബർ ഡിപ്പാർട്ട്മെന്റിലെ ലേബർ ഓഫീസർ എന്ന ഉയർന്ന സ്ഥാനത്തേക്ക് എത്താൻ വെറും 20 വർഷത്തെ സർവീസ് മാത്രം മതിയാകും. ട്രഷറികളിൽ ഓഫീസർ പോസ്റ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതും ക്ലർക്കായി നിയമനം ലഭിച്ചവരെയാണ്. ക്ലർക്കൽ പോസ്റ്റിലെ ജീവനക്കാർക്ക് സർക്കാർ പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ ഉത്തരവുകളും ചട്ടങ്ങളെക്കുറിച്ചുള്ള അറിവുകളും വളരെ ആഴത്തിലുള്ളതാണ്. ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് പോലും താഴെത്തട്ടിലെ ക്ലർക്കുമാരുടെ അഭിപ്രായങ്ങൾ ശരിവെക്കുന്നതാണ് പൊതുവെ കണ്ടുവരുന്ന രീതി. ഇതൊക്കെ കൊണ്ട് തന്നെ സർക്കാർ സംവിധാനങ്ങളുടെ കാവൽക്കാരാണ് ക്ലർക്കൽ കേഡറിലെ ഉദ്യോഗസ്ഥർ എന്ന് പറയാം. തസ്തിക മാറ്റ സാധ്യതകളാണ് LDCയുടെ മറ്റൊരു ഹൈലൈറ്റ്. അധ്യാപക യോഗ്യതയുള്ള ഒരാൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ LD ക്ലർക്കായി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ ഹൈസ്കൂൾ ടീച്ചറായോ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറായോ പ്രൊമോഷൻ നേടാവുന്നതാണ്. അതുപോലെ തന്നെ ഡിപ്ലോമയുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ക്ലർക്കിന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് വരാനാകും. കേരളത്തിലെ 100-ലേറെ വരുന്ന സർക്കാർ വകുപ്പുകളിലെ താഴ്ന്ന പോസ്റ്റുകളിലെ ജീവനക്കാർക്ക് വേണ്ടി നിശ്ചിത സീറ്റുകൾ ഇതുപോലെ മാറ്റിവെച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് ആണ് LDCയുടെ അടിസ്ഥാന യോഗ്യതയെങ്കിലും ഇവരുടെ ഉത്തരവാദിത്വങ്ങളും അധികാരങ്ങളും വളരെ വലുതാണ്. പൗരന്മാരുടെ അടിസ്ഥാന വിവരങ്ങളുടെ സാക്ഷ്യപ്പെടുത്തൽ തുടങ്ങിയ അതിപ്രധാനമായ ജോലികൾ ചെയ്യുന്നതെല്ലാം ക്ലർക്കൽ പോസ്റ്റുള്ളവരാണ്. അതായത് യോഗ്യത ചെറുതാണെങ്കിലും അവരുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ വലുതാണ്. തുടക്കത്തിൽ തന്നെ നല്ലൊരു സാലറി. LDCയുടെ ഒരു പ്ലസ് പോയിന്റ് അതാണ്. ബേസിക് പേ 19,000 രൂപയാണ്. ഈ പോസ്റ്റിലുള്ളവർക്ക് ഇയർലി ഇൻക്രിമെന്റ് 500 രൂപയാണ്. HRA, CCA തുടങ്ങിയ അലവൻസുകൾ കൂടി ചേരുമ്പോൾ സാലറി 26,500 രൂപയെ മാറും. പുതിയ ശമ്പള കമ്മീഷന്റെ നിർദ്ദേശം പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി ജീവനക്കാരുടെ ശമ്പളത്തിൽ 30% വർധനവെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ 35,000 രൂപയെങ്കിലും തുടക്ക ശമ്പളമായി നമുക്ക് പ്രതീക്ഷിക്കാം. PSC നടത്തുന്ന ഏറ്റവും വലിയ എക്സാം ആണ് LD ക്ലർക്കിൻ്റെത്. ഏറ്റവും കൂടുതൽ പേരെ സർക്കാർ സർവീസുകളിലേക്ക് എത്തിക്കുന്നതും ഈ എക്സാം വഴിയാണ്. PSCയുടെ മറ്റൊരു പരീക്ഷയ്ക്കും ഇത്ര അപേക്ഷകർ ഉണ്ടാവാറില്ല. നേരത്തെ ലാസ്റ്റ് ഗ്രേഡ് പോസ്റ്റിലേക്കുള്ള പരീക്ഷയായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതിയിരുന്നത്. എന്നാൽ അതിന്റെ യോഗ്യതയിൽ മാറ്റങ്ങൾ വരുത്തിയോടുകൂടി അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞു. കൂടുതൽ അപേക്ഷകർ ഉള്ളതുകൊണ്ട് തന്നെ 10,000 കണക്കിന് എക്സാം സെന്ററുകളാണ് 14 ജില്ലകളിലായി PSCക്ക് ഒരുക്കേണ്ടി വരിക. ഇനി അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. LDC നിയമനം ജില്ലാ അടിസ്ഥാനത്തിലാണ്. നിയമനം ലഭിക്കുന്ന ജില്ലയിൽ 5 വർഷം തുടർച്ചയായി ജോലി ചെയ്തതിനു ശേഷം മാത്രമേ അതേ വകുപ്പിൽ മറ്റൊരു ജില്ലയിലേക്ക് മാറ്റത്തിനായി ശ്രമിക്കാൻ സാധിക്കുകയുള്ളൂ. ഇടുക്കി, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിലേക്ക് മാറ്റം ശ്രമിക്കുന്നതിന് ഈ വ്യവസ്ഥകൾ ബാധകമല്ല. എന്നാൽ ഈ ജില്ലകളിൽ നിന്ന് മറ്റു ജില്ലകളിലേക്കുള്ള മാറ്റത്തിന് ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതല്ല. സംസ്ഥാന സർക്കാരിന് കീഴിലെ 80-ലേറെ വരുന്ന വകുപ്പുകളിലേക്കാണ് LDC ലിസ്റ്റിൽ നിന്ന് വരുന്ന നിയമനം. എത്ര ഉയർന്ന റാങ്ക് ആണെങ്കിലും ഇഷ്ടമുള്ള വകുപ്പ് തിരഞ്ഞെടുക്കാനാകില്ല. PSCയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളുടെ ക്രമം അനുസരിച്ചാണ് നിയമനം. SSLC ആണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നിരിക്കെ ഉയർന്ന ക്വാളിഫിക്കേഷന് ഇവിടെ മുൻഗണനയില്ല. PSC പരീക്ഷയുടെ മാർക്കിന്റെ ബേസിസിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. കായിക താരങ്ങൾക്കും വിമുക്ത ഭടന്മാർക്കും വെയിറ്റേജ് ഉണ്ടെങ്കിലും നിശ്ചിത കട്ട് ഓഫ് മാർക്ക് ലഭിച്ചാൽ മാത്രമേ ഇത് പരിഗണിക്കൂ. ഇത്രയുമാണ് LDCയെ കുറിച്ച് പറയാനുള്ളത്. മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നന്നായി എക്സാമിന് പ്രിപ്പയർ ചെയ്യൂ. ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയി തോന്നുമെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യൂ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.